തിരുവനന്തപുരം കല്ലമ്പലത്ത് കോടികളുടെ മയക്കുമരുന്ന് പിടികൂടി. കല്ലമ്പലം മാവിൻമൂട് വലിയകാവ് സ്വദേശികളിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ലഹരി വിരുദ്ധ സ്ക്വാഡാണ് മയക്കുമരുന്ന് പിടികൂടിയത്. TS ഹരീഷ്ണയുടെ വിശദവിവരങ്ങളുമായി. ഹരീഷ്ണ, ഇതെങ്ങനെയാണ് പിടികൂടാനായത്? വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ ഒരു കൃത്യമായ ഇടപെടലാണ് ഇത്രയും വലിയൊരു ലഹരിവേട്ട തിരുവനന്തപുരത്ത് നടത്താൻ സാധിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് വിദേശത്തുനിന്ന് വരികയായിരുന്നു. മസ്കറ്റിൽ നിന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് സഞ്ജു എന്നൊരാൾ എത്തുന്നത്. സഞ്ജുവിൻ്റെ കയ്യിലാണ് ഈ മയക്കുമരുന്നും വിദേശ മദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സഞ്ജുവിനെ ഈ രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ സ്ക്വാഡ് തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൻ്റെ അവിടെ മുതൽ തന്നെ ഈ സഞ്ജു സഞ്ചരിക്കുന്ന വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്തുടരുന്നുണ്ടായിരുന്നു. സഞ്ജുവിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് മറ്റു 3 പേർ കൂടി എത്തിയതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. സഞ്ജുവിനെ കൂടാതെ നന്ദു, പ്രവീണ്, പിന്നെ ഒരാൾ കൂടിയുണ്ട്. ഇങ്ങനെ മൊത്തം 4 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരെ വണ്ടി ലഹരി വിരുദ്ധ സ്ക്വാഡ് പിന്തുടർന്ന് കല്ലമ്പലം ഭാഗത്തെത്തുമ്പോഴാണ് ഇവരെ വണ്ടിയിൽ നിന്ന് MDMA-യും ഒപ്പം തന്നെ 15 ലിറ്ററോളം വിദേശ മദ്യവും പിടികൂടുന്നത്. MDMA ഏകദേശം ഒരു 1.5 കിലോ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1 കോടിയിലേറെ രൂപ വില വരുന്ന ലഹരി മരുന്നാണ് ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റാരെങ്കിലും ഇവർ കൂട്ടാളികളുണ്ടോ, ഇവരെങ്ങോട്ടാണ് ഈ ലഹരി കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്.